ഹലോ. ഇന്ന് രാത്രിയിലത്തേക്ക് ഒരു ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണേ, സ്കിപ്പ് ചെയ്ത് പോരുന്നേ. അപ്പോൾ ഇന്ന് ലുലുവിലൊക്കെ പോയായിരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ ഇന്ന് ഓഫുമാണ്, നാളെ ഡ്യൂട്ടിക്ക് പോയാൽ മതി. അപ്പം ഇങ്ങനെ പോകുന്ന സമയത്ത് മീൻ ഒക്കെ കുറച്ച് കൂടുതലായിട്ട് മേടിച്ചു വെക്കും. കാരണം ഏട്ടന് ജോലിക്ക് വന്ന സമയത്ത് ഒന്നും മേടിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ഒറ്റയ്ക്ക് ഇപ്പൊ ഇവിടെ സാധനം മേടിക്കാനും വലിയ പരിചയമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഏട്ടൻ ഉള്ളപ്പോഴാണ് പുറത്ത് പോകുന്നതൊക്കെ. അപ്പം പോകുമ്പോഴ് മീൻ കുറച്ച് മേടിച്ച് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കും. അപ്പോൾ ആവശ്യം അനുസരിച്ച് കറി വെക്കും. അങ്ങനെ ഏട്ടാ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഏട്ടന് ഭയങ്കര ഞണ്ട് ഭ്രാന്തനാട്ടോ. അപ്പോൾ ഞണ്ട് എത്ര കിട്ടിയാലും ഏട്ടന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞണ്ട് ഇന്ന് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞണ്ട് മേടിച്ചു. ഞണ്ട് മേടിച്ചു കഴിഞ്ഞാൽ ഏട്ടന് അപ്പം തന്നെ കറി വെക്കണം. അങ്ങനെ ഞങ്ങൾ വന്ന് ക്ലീൻ ചെയ്ത് അവർ തന്നിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ വീട്ടിൽ വന്നിട്ടൊന്ന് ക്ലീൻ ചെയ്യണമല്ലോ. അതിന്റെ അഴുക്കും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ കാണും. അപ്പൊ അത് നന്നായിട്ടൊന്ന് വീണ്ടും ക്ലീൻ ചെയ്യണം. പിന്നെ വന്നിട്ട് സവാള, തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ആക്കി. ഞാൻ കൊച്ചുള്ളി എടുത്തില്ല കേട്ടോ. കാരണം കൊച്ചുള്ളി എടുത്ത് തൊളിക്കാനായിട്ടുള്ള മടി കാരണം സവാള ആയിട്ടോ എടുത്തത്. കുറച്ച് കൂടുതൽ സവാള വേണം കേട്ടോ. ഞാൻ ഞണ്ട് റോസ്റ്റിനായിട്ട് കുറച്ച് കൂടുതൽ സവാള എടുത്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞു സവാള ആയതുകൊണ്ട് ഞാനൊരു 5 ആട്ടോ എടുത്തേക്കുന്നത്. അങ്ങനെ ഒരു പാനിൽ എണ്ണ ഒഴിച്ചു, കടുകിട്ടു, കറിവേപ്പിലിട്ടു, പിന്നെ ചെറുതായിട്ട് നുറുക്കിയ സവാള അരിഞ്ഞു കേട്ടോ. ഞാൻ മറ്റേ ഗ്രേറ്ററിലാട്ടോ ഞാൻ അതിലാട്ടോ സവാള അരിയുന്നത്. അത് പെട്ടെന്ന് നല്ല നൈസായിട്ടാട്ടോ വരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് അത് വഴണ്ടും വരും. നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും സവാള. കുറച്ച് ഉപ്പും കൂടെ ഇട്ടുമ്പോൾ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും കേട്ടോ സവാള. എൻ്റെ ആസ്ഥാന വീഡിയോഗ്രാഫർ എപ്പോഴും ജാനിക്കുട്ടിയാണ്. ഇന്ന് ജാനിക്കുട്ടിയുടെ ഡ്യൂട്ടി ഏട്ടനാട്ടോ ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് ക്യാമറയൊക്കെ പുള്ളിക്കാരനാണ് പിടിച്ചെനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. ഇതാട്ടോ ഞണ്ട്. ഇത് നന്നായിട്ട് വീണ്ടും ഇവിടെ വന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാട്ടോ. എന്നിട്ട് നന്നായിട്ട് ഞാൻ ഉപ്പും ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടാണ് കഴുകുന്നത്. എല്ലാ മീനും ഉപ്പും ഒക്കെ ഇട്ടാണ് കഴുകുന്നത്. അങ്ങനെ നന്നായിട്ട് കഴുകി വെച്ചു. പിന്നെ സവാള ഒന്ന് വഴന്നു വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. പിന്നെ തക്കാളി ചേർത്തു. തക്കാളിയും ഞാനൊരു വലിയ തക്കാളിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരെണ്ണേ ഇട്ടോളൂ. നല്ല വലിയ തക്കാളിയായിരുന്നു കേട്ടോ. ഇവിടെ വലിയ തക്കാളി കേട്ടോ കിട്ടുന്നത്, ഭയങ്കര വലിയ തക്കാളി. അപ്പോൾ അത് ഒരെണ്ണം മതിയാവും. അതുകൊണ്ട് ഞാൻ ഒരു തക്കാളി ഇട്ടത്. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി വെച്ചത് ചേർത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ വേണം, കാരണം ഞണ്ടൊക്കെ ഗ്യാസിന്റെ പ്രശ്നം കാണുമല്ലോ. അത് എല്ലാവർക്കും ഞണ്ട് പിടിക്കത്തുമില്ല. അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്നത്. എനിക്ക് വലിയ താല്പര്യമില്ല ഞണ്ട്, കാരണം എനിക്ക് ഗ്യാസിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ ഞണ്ട് അങ്ങനെ കൂടുതലായിട്ട് കഴിക്കില്ല. ഏട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, ഏട്ടൻ കഴിക്കും. ജാനിക്കുട്ടിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഒരുപാട് ഞാൻ കൊടുക്കില്ല, കാരണം അവർക്ക് ഗ്യാസിന്റെ ചെറിയൊരു പ്രശ്നങ്ങളുള്ളതുകൊണ്ട്. പിന്നെ എല്ലാം നന്നായിട്ട് വഴറ്റി അടച്ചു വെച്ച് കുറച്ചു നേരം ഇരിക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് തക്കാളിയൊക്കെ ഉടഞ്ഞ് നന്നായിട്ട് മിക്സ് ആവും. പിന്നെ അതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടിയായിട്ട് എടുത്തേക്കുന്നത്. കാശ്മീരി മുളകല്ല, സാധാ മുളക് തന്നെയാണ്. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക്. കാശ്മീരി മുളക് എടുത്താൽ കുറച്ച് കൂടുതൽ ഇടണം കേട്ടോ, കാരണം അതിന് കളറല്ല, എരിവ് കാണത്തില്ലല്ലോ. പിന്നെ ഏറ്റവും അവസാനം ഗരം മസാല ആയിട്ട് ഇട്ടതും. ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിന്റെ പച്ചക്കുത്തൊന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ. കാരണം ഞണ്ടിടുന്ന സമയത്ത് വഴറ്റാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചത്. അപ്പോൾ ആ ഗ്രേവിയിൽ ഇപ്പൊ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ ആ ഗ്രേവിയിലോട്ടിട്ട് ഒന്ന് ഞണ്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴൊന്ന് പിടിക്കുമല്ലോ. ഞാൻ ഞണ്ട് ക്ലീൻ ആക്കുന്ന സമയത്ത് ആ കാലിന്റെ ഭാഗമൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് പൊട്ടിക്കും കേട്ടോ. കാരണം അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഗ്രേവി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറുതായിട്ടൊന്ന് പൊട്ടിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് വരുന്ന ഫ്ലഷില് മസാലയും കാര്യങ്ങളൊക്കെ പിടിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കാലൊക്കെ ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുന്നത്. അപ്പോൾ പൊട്ടിക്കുമ്പോൾ അതിന്റെ അകത്ത് മസാല കയറി നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട്. അങ്ങനെ കുറച്ചെല്ലാം മിക്സ് ചെയ്ത് ഇളക്കി വച്ചതിന് ശേഷം
ഒന്ന് അടച്ചു വെച്ചൊരു 5 മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കേട്ടോ. അപ്പൊ അതിന്റെ വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങി വരും. ഇതിപ്പോ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിനെ കുറച്ച് അതിന്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചതച്ച വറ്റൽമുളക് കേട്ടോ. ഇതിട്ടാ കുറച്ച് ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ആട്ടോ, കൂടുതലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് മെഴുക്കുവരട്ടിയിലൊക്കെ ഈ ചതച്ച മുളക് ഇടുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കറികളൊക്കെ ഇടുമ്പോൾ ചതച്ച മുളക് ചേർക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണ്, ഏട്ടനും ഇഷ്ടമാണ്. എരിവ് താല്പര്യമുള്ള വ്യക്തികൾക്കൊക്കെ ഇഷ്ടമാവുമെന്ന് തോന്നുന്നു കേട്ടോ ഇത്. അങ്ങനെ നന്നായിട്ട് അത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കുക. ഇപ്പോഴാണ് കല്യാണി എൻട്രി ആവുന്നത്. എന്ത് പറ്റി മക്കളെ? എന്ത് പറ്റിയടാ? എന്താടാ? അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. കാരണം അവിടെ ചേച്ചി അനിയത്തിയും കൂടെ ടി വിക്ക് അടിയായി. കാരണം ജാനിയും കല്യാണിയും കൂടെ ടി വിക്ക് അടിയാണ്. കാരണം അവർക്ക് ഇഷ്ടപ്പെടുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടൂല, ഇവർക്ക് ഇഷ്ടപ്പെടുന്ന അവർക്ക് ഇഷ്ടപ്പെടൂല. അങ്ങനെ അടിയായപ്പോഴും എൻ്റെ അടുത്ത് പരാതി പറയാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. കാരണം ജാനിക്ക് ഇപ്പം സ്കൂളിലൊന്നും പോകണ്ടല്ലോ. കാരണം ഇവിടെ അഡ്മിഷനൊക്കെ എടുത്തല്ലേ ഉള്ളൂ. അപ്പം ഒരു വർഷം ചുമ്മാ വേസ്റ്റ് ആയി. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ടി വി ഒരുപാട് കാണുന്നുണ്ട്. ഇനി സ്കൂൾ തുറക്കുമ്പോ അത് അങ്ങനെയൊന്നും കാണില്ല. പഠിത്തവും അതിൻ്റെ കാര്യങ്ങൾ തിരക്കൊക്കെ ആവൂലേ. പിന്നെ അത് കഴിഞ്ഞൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മൾ ഞണ്ട് റോസ്റ്റ് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വെന്തിരിക്കും. അങ്ങനെ കറി റെഡിയായി. കറി റെഡിയായ സമയത്ത് ഏട്ടനും ജാനിക്കുട്ടിയും കൂടെ പുറത്തോട്ട് പോയി കേട്ടോ. കാരണം ഗ്യാസ് ഞണ്ട് കഴിക്കലപ്പം സോഡ സർബത്ത് പിഴിയണം, അതുകൊണ്ട് സോഡ ഇല്ലാന്ന് പറഞ്ഞിട്ട് അത് മേടിക്കാൻ പോയേക്കും കേട്ടോ, ജാനിയും അച്ഛനും മോളും കൂടെ. അപ്പോൾ ആ സമയത്ത് ഞാൻ കല്യാണിക്ക് ഫുഡ് കൊടുക്കാന്ന് വിചാരിച്ചു. രാവിലെ ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ വന്നപ്പോൾ അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വന്നില്ല എന്ന് പറഞ്ഞൊരു ഓട്ടോ ആയിരുന്നു. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ വെച്ച് കഴിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും അവര് വന്നപ്പോഴ് ഏട്ടൻ പറഞ്ഞു, ജാനിക്കുട്ടി വിചാരിച്ച് എവിടെ പോകും, നമുക്ക് ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അവളും കൂടെ വന്നത്. പക്ഷെ അവള് ചമ്മിപ്പോയി എന്നൊക്കെ വന്നിട്ടാണ് ഏട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാന് വീഡിയോ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഏട്ടൻ കണ്ടില്ല. ഏട്ടൻ കാണാതെ സംസാരിച്ചുകൊണ്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് സംസാരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചോണ്ട് വരിക. അപ്പൊ ഞാൻ വീഡിയോയ്ക്ക് മുമ്പിലോട്ട് വരാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ മിണ്ടാതിരുന്നു. അപ്പൊ ഏട്ടൻ ഇങ്ങനെ സംസാരിച്ചോണ്ട് ഞാൻ ഇങ്ങനെ കണ്ണ് കാണിച്ചു, ഇതോ വീഡിയോ ഓണാണെന്ന്. അപ്പൊ ഇത് കണ്ടപാടെ ഇതുകൊണ്ട ഞാൻ ഇങ്ങനെ പറയുക, കണ്ണ് കാണിക്കുന്നുണ്ട്, വീഡിയോ ആണ്. അപ്പൊ ഇത് കണ്ടപാടെ പുള്ളിക്കാരൻ ബാക്കിലോട്ട് വലിഞ്ഞു കേട്ടോ. ഞാൻ കാലിൽ സോക്സ് ഇട്ടിരിക്കുന്നത് ശ്രദ്ധിച്ചല്ലേ? കാരണം എനിക്ക് ഇവിടെ വന്നതിന് ശേഷം കാലിന് ഭയങ്കര പ്രശ്നാട്ടോ. എനിക്ക് കാലിലൊരു 5 മണിയൊക്കെ ആകുമ്പോ തൊട്ട് എൻ്റെ കാല് തറയിൽ ഊന്നാൻ പറ്റത്തില്ല. ഭയങ്കര എന്താ പറയുക, ഞരമ്പ് വലിയും, എന്താ പറയുക, ഞരമ്പിന്റെ പ്രശ്നങ്ങളൊന്നും അറിയില്ല. കാല് ഭയങ്കര വേദന കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ സോക്സ് ഇട്ടേക്കുവാറുണ്ട്. ഇവിടുത്തെ തണുപ്പാണോ ക്ലൈമറ്റ് മാറിയതുകൊണ്ടാണോ എനിക്കറിയില്ല, ഭയങ്കര പ്രശ്നമാണ് കാലിന്. അതുകൊണ്ടാണ് ഞാൻ സോക്സ് ഇട്ടേക്കുന്നത്. ചെരുപ്പിടാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് ചെരുപ്പിട്ട് വീട്ടിലൊക്കെ നടക്കാൻ വലിയ കംഫർട്ടല്ല. അതുകൊണ്ട് അവിടെ ഞാൻ സോക്സ് ഇട്ടത് കേട്ടോ. അതുകൊണ്ട് അപ്പൊ അതൊരു ഭയങ്കര വേദനിക്കുമ്പോഴാണ് ഞാൻ ഈ സോക്സ് എടുത്ത് ഇടുന്നത്. അങ്ങനെ പിന്നെ മക്കൾക്ക് ഇഡ്ഡലി കൊടുത്തു. ഞങ്ങള് ദോശയും അതും കഴിച്ചു. ഞാൻ ഞണ്ട് കഴിച്ചില്ല, ഞാൻ ചമ്മന്തി കേട്ടോ കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഞണ്ടൊക്കെ കറി വെച്ച് കഴിയുമ്പോൾ പാത്രങ്ങൾ തന്നെ ഒരു ലോഡ് പാത്രങ്ങളൊക്കെ കാണും. അപ്പൊ അതൊക്കെ കഴുകി വെച്ചു. പിന്നെ ഇത് മീൻ വാങ്ങുമ്പോൾ തന്നെ നമ്മളെ വീടൊക്കെ ഭയങ്കര ഒരു സ്മെല്ലായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് അടുക്കള ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഭയങ്കര സ്മെല്ല്. കാരണം നമുക്കത് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോൾ അത് പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം ഫ്ലാറ്റിലായതുകൊണ്ട് അത് അവിടെ തന്നെ തങ്ങി നിൽക്കും. കുറച്ച് പോവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സോപ്പും ഹാൻഡ് വാഷും ഒക്കെ വെച്ച് കഴുകും. പിന്നെ പുൽത്തൈലം മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. ആ സ്മെല്ലൊന്നും ഫിഷിന്, മീനിന്റെ ഒക്കെ സ്മെല്ല് അങ്ങ് മാറി കിട്ടും.
പിന്നെ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കടലക്കറി ഉണ്ടാക്കണം. അങ്ങനെ അതുകൊണ്ട് പിന്നെ രാത്രിയിലത്തേക്ക് കടല വെള്ളത്തിടാൻ പോവാം. ഞാൻ കറുത്ത കടല കേട്ടോ എനിക്കിഷ്ടം. എനിക്ക് വെള്ളക്കടല വലിയ താല്പര്യമില്ല, പക്ഷേ ഏട്ടന് വെള്ളക്കടലയാണ് ഇഷ്ടം. അതുകൊണ്ട് ഇന്ന് വെള്ളക്കടല ഇടാന്ന് വിചാരിച്ചു. അങ്ങനെ വെള്ളക്കടലയൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് പിന്നെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഉറങ്ങാൻ പോവാം. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്